2.5 വയസ്സിൽ പോളിയോ ബാധിച്ച് അരയ്ക്ക് താഴേക്ക് തളർന്ന 40 വയസ്സുകാരൻ വേമ്പനാട്ടുകായൽ നീന്തിക്കടന്നു എന്ന വാർത്ത കൂടിയുണ്ട്. ആലുവ സ്വദേശി രതീഷാണ് വടക്കൻകര അമ്പലക്കടവിൽ നിന്നും കോട്ടയം വൈക്കം ബീച്ചിലേക്ക് 7 കിലോമീറ്റർ നീന്തി റെക്കോർഡ് ഇടം പിടിച്ചിരിക്കുന്നത്. 2 മണിക്കൂർ കൊണ്ടാണ് രതീഷ് ഈ കായൽ നീന്തി കയറിയത്. ശാരീരിക പരിമിതിയുള്ള ഒരാൾ വേമ്പനാട്ടുകായലിന്റെ ഇത്രയും ദൂരം നീന്തിക്കടക്കുന്നത് ഇത് ആദ്യമായാണ്. ശക്തമായ ഒഴുക്കും പോള പായലുകളുടെ തടസ്സങ്ങളും തരണം ചെയ്ത് ആലുവ സ്വദേശി രതീഷ് നീന്തിക്കടന്നത് മാനസിക ശാരീരിക ദൗർബല്യതകളെ കൂടിയാണ്. കേവലം ഒരു നീന്തൽ താരം മാത്രമല്ല രതീഷ്. 2.5 വയസ്സിൽ പോളിയോ ബാധിച്ച് അരയ്ക്ക് താഴേക്ക് തളർന്ന 40 വയസ്സുകാരനാണ് ഈ താരം. നീന്തൽ പഠിച്ച കാലം മുതലുള്ള ആഗ്രഹമാണ് വേമ്പനാട്ടുകായൽ നീന്തിക്കടക്കുക എന്നത്. ഏറ്റവും മികച്ച ഒരു അവസരമായിരുന്നു എനിക്ക് കിട്ടിയത്. അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റി. എല്ലാം കൊണ്ടും അനുകൂലമായിരുന്നു. നീന്തൽ പഠിച്ച കാലം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു വേമ്പനാട്ടുകായൽ ഒരിക്കലെങ്കിലും ക്രോസ് ചെയ്യണം എന്നുള്ളത്. അതിനുവേണ്ടി എൻ്റെ സജി വാളശ്ശേരി സാർ എന്നെ സ്പെഷ്യൽ 22 ദിവസം കൊണ്ടാണ് നീന്തൽ പഠിപ്പിച്ചിട്ട് സാർ എന്നെ നീന്തിച്ചത്. സാറ് പറയുന്ന ആശയം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. സ്കൂൾ തലം മുതൽ നീന്തൽ പഠിപ്പിക്കുക. നീന്തൽ ഏവർക്കും ഇപ്പോൾ ശാരീരിക പരിമിതിയുള്ള എനിക്ക് ചെയ്യാമെങ്കിൽ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാവരെയും പഠിപ്പിക്കുക, മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുക. സജി വാളശ്ശേരിയാണ് രതീഷിന്റെ പരിശീലകൻ. ദിവ്യാംഗരയുൾപ്പെടെ 1000-ലധികം പേരെ സജി വാളശ്ശേരി ഇതിനോടകം സൗജന്യമായി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി ഒരു മണിക്കൂർ വീതം 1 മാസം നീന്തൽ പഠിക്കാൻ ഇടയായി കഴിഞ്ഞാൽ ആരും മുങ്ങി വരിക്കേണ്ടതില്ല. അത് അരയ്ക്ക് താഴേക്ക് തളർന്ന രതീഷിന് കഴിയുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും നീന്തൽ പഠിക്കാൻ കഴിയും. ഈ ഒരു സന്ദേശമാണ് എനിക്ക് എല്ലാവരിലേക്കും എത്തിക്കാനുള്ളത്. വേമ്പനാട്ടുകായൽ നീന്തിയെത്തിയതിന് രതീഷിന് വൈക്കം നഗരസഭയും ഫയർഫോഴ്സും ജനപ്രതിനിധികളും നാട്ടുകാരും സ്വീകരണമൊരുക്കി. ന്യൂസ് മലയാളം, കോട്ടയം.